താനൂർ ബോട്ട് ദുരന്തത്തിൽ ഗുരുതര പരിക്കേറ്റവർക്ക് ചികിത്സാ ചെലവ് അനുവദിക്കുമെന്ന് പറഞ്ഞ് സർക്കാർ ഇരകളെ വഞ്ചിച്ചതായി വെൽഫെയർ പാർട്ടി ഭാരവാഹികൾ പറഞ്ഞു. നേതാക്കളായ ഇബ്രാഹിംകുട്ടി മംഗലം, ഷാക്കിർ മോങ്ങം എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. താനൂർ ബോട്ട് ദുരന്തത്തിലെ ഇരകൾക്ക് നഷ്ടപരിഹാരം അനുവദിക്കാൻ കമ്മീഷന് അധികാരമില്ല എന്ന നിലപാടാണ് ജസ്റ്റിസ് വി.കെ. മോഹനൻ കമ്മീഷന് മുൻപാകെ വ്യാഴാഴ്ച സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. ഗുരുതര പരിക്ക് പറ്റിയവരുടെ ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കുമെന്ന് ദുരന്ത സമയത്ത് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. ചികിത്സാ ചെലവ് അനുവദിക്കുമെന്ന് പറഞ്ഞ് മോഹിപ്പിച്ച ശേഷം ഇരകളെ വഞ്ചിച്ച സർക്കാർ നടപടി നീതീകരിക്കാനാവില്ലെന്നും വെൽഫെയർ പാർട്ടി നേതാക്കൾ മലപ്പുറത്ത് പറഞ്ഞു. ഈ 3 കുട്ടികളുടെ ചികിത്സയ്ക്കായി അതില് ആയിഷ മെഹ്റിനും പറഞ്ഞിട്ട് അന്ന് ഈ ദുരന്തം സംഭവിക്കുമ്പോഴത്തേക്ക് 8 മാസം 1.5 വയസ്സ്. ഈ 1.5 വയസ്സായ കുട്ടി ഇന്ന് ഇപ്പോ 2.5 വയസ്സ് കഴിഞ്ഞിരിക്കുകയാണ്. അവരുടെ പ്രായത്തില് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് വളർന്നു വന്ന ഒരു കുട്ടി ഇന്ന് നടക്കാൻ കഴിയില്ല, സംസാരിക്കാൻ കഴിയില്ല, തല നിവർന്ന് ആരെയും നോക്കി ഒരു 5 മിനിറ്റ് നേരം നോക്കാൻ കഴിയില്ല. ആ അവസ്ഥയിലാണ് ആയിഷ മെഹ്റി എന്ന 2.5 വയസ്സുകാരെ ഇപ്പോഴത്തെ അവസ്ഥ. ആയിഷ മെഹ്റി അതിനുവേണ്ടി ഒരുപാട് പൈസകള് നമ്മള് ചികിത്സയ്ക്ക് വേണ്ടി ചെലവാക്കി കഴിഞ്ഞു. ആയിഷ മെഹ്റിന്റെ ഫാദറാണ് ഈ സെൻട്രൽ പണിക്ക് പോയിട്ടാണ് അവര് ജീവിക്കുന്നത്. അപ്പോ നമ്മള് ആരെയും പരാതി പറഞ്ഞോണ്ടോ കുറ്റപ്പെടുത്തിക്കൊണ്ടോ അല്ല, ഈ ദുരന്തം നടന്നത് എങ്ങനെയാണ്, അതിന്റെ ആ വേദന അറിയണം. അതാണ് നമ്മുടെ ആവശ്യം. കാരണം ഈ വേദന എന്താണെന്നുള്ളതായിട്ട് ഈ കുട്ടികളെ കൊണ്ട് 35 കിലോമീറ്റർ, ഒരു സൈഡിൽ 35 കിലോമീറ്റർ, 40 കിലോമീറ്റർ, 20 കിലോമീറ്റർ അവരാണ് ഓരോ ഡോക്ടർമാരെ നമുക്ക് കാണിക്കേണ്ടിയിരിക്കുന്നത്. അവിടെയൊക്കെ പോകണമെങ്കിൽ ഈ നടക്കാൻ കഴിയാത്ത കുട്ടികളെ കൊണ്ട് ഒരു ട്രെയിനിലോ ബസ്സിലോ ഒന്നും നമുക്കൊണ്ട് പോകാനൊന്നും കഴിയില്ല. കൊണ്ടുപോകുന്നവരുടെ ഈ മാനസികാവസ്ഥ വളരെ ദുഃഖകരമാണ്. അപ്പൊ അന്ന് മുതല് ഈ കുട്ടികളെയും കൊണ്ട് നമ്മൾ യാത്ര ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഡോക്ടറെ കാണിക്കാൻ പോകണം. ഡോക്ടറെ ഫീസ് ചെറിയപ്പോ 300 രൂപ ആയിരിക്കാം, അല്ലെങ്കിൽ 250 രൂപ ആയിരിക്കാം. ഒരു ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ ഫീസ്. പക്ഷെ ആ ഡോക്ടറെ കാണിച്ചിട്ട് കുട്ടീനെ കൊണ്ട് പെരയിൽ വന്നു കഴിഞ്ഞിരുന്നത് നമുക്ക് ചെലവാകുന്നത് ഒരു സംഖ്യയാണ്. കാരണം ഒരു ടാക്സി വിളിച്ചു പോകുമ്പോഴത്തേക്കോ ഒരു ഓട്ടോറിക്ഷ വിളിച്ചു പോകുമ്പോഴത്തേക്കോ ഒരു ടാക്സിക്കാരൻ നമുക്ക് ബില്ല് തരാറില്ല, ഒരു ഓട്ടോറിക്ഷക്കാരൻ ബില്ല് തരാറില്ല. പാർട്ടി ജില്ലാ സെക്രട്ടറിമാരായ ഇബ്രാഹിംകുട്ടി മംഗലം, ഷാക്കിർ മോങ്ങം, ബോട്ട് ദുരന്തത്തിൽ സാരമായി പരിക്കേറ്റ കുട്ടികളുടെ രക്ഷിതാക്കളായ മുഹമ്മദ് ജാബിർ, മൻസൂർ വള്ളിക്കുന്ന് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.